ഹലോ ആ രാഘവനാണ്. നമ്മളെ വണ്ടി അവിടെ തന്നെയാണ്, അവിടെ നിന്നാണ് ആ വണ്ടി പോയത്. ഹലോ സർ. ഹലോ 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 ആ രാഘവനാണ്. അഞ്ജു രാഘവനാണ്. മനസ്സിലായി സർ, മനസ്സിലായി. അഞ്ജു കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. അഞ്ജു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. നമ്മുടെ വണ്ടി അവിടെ തന്നെ കിട്ടും. രണ്ട് സ്പോട്ടാണ് ഇപ്പം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതെ, അത് രണ്ട് സ്പോട്ടും അവിടെ ഇപ്പം ബാക്കി കാര്യങ്ങൾ നടന്നു വരികയാണ്. നേവി മിലിറ്ററിയുടെ ഈ റഡാറിന് ശേഷമാണ് രണ്ട് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അവിടെ രണ്ട് സ്ഥലത്തും മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. കേട്ടോ ഒന്നത്. പിന്നെ പുഴയിലാണെങ്കിൽ അവിടെ നേവിയുടെ ആയ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെയ്തുകൊണ്ട് അത് ഈ രണ്ട് പോയിന്റുമാണ് ഇപ്പം റഡാറിൽ കണ്ടിട്ടുള്ളത്. അല്ല, അവർ ചെയ്തുകൊണ്ടിരിക്കാണ് കേട്ടോ, ചെയ്തുകൊണ്ടിരിക്കാണ്. ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അല്ല സാർ, ഈ മണ്ണിന്റെ അടിയിൽ പെട്ട സാധനം കണ്ടുപിടിക്കാനുള്ള ഒരു സയന്റിഫിക് ആയിട്ട് നമുക്ക് ഒന്നുമില്ലേ അവിടെ വേറെ? അല്ല, നോക്കാൻ റഡാറിൽ ഏറ്റവും ചെയ്യാവുന്ന റഡാർ മുഖേനയാണ്. അത് റഡാറിലാണ് ഇപ്പൊ രണ്ട് പോയിന്റ് കണ്ടിട്ടുള്ളത്. എന്തോ റിപ്പോർട്ട് എടുത്തിട്ട് അവിടെ രണ്ട് സ്പോട്ട് കണ്ടത് റഡാറിലാണ്. അവിടെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ. നോക്കാം. അല്ല, അവർ വേറെ ചെയ്യുന്നുണ്ട്. അവരുടെ റിപ്പോർട്ടൊന്നും വന്നേരം ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. ചെയ്യാവുന്ന മനുഷ്യസാധ്യമായി എല്ലാം ചെയ്യുന്നുണ്ട്. അഞ്ജു കേട്ടോ. ശരി. താങ്ക് യു അഞ്ജു. താങ്ക് യു. നമുക്ക് വാഹനത്തിന് തടസ്സമുണ്ട്. അഞ്ജു എം പി പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. മനുഷ്യസാധ്യമായതെല്ലാം ഈ അവസാന നിമിഷം എന്തായാലും അത് നടക്കുന്നുണ്ട്. ആദ്യത്തെ ഡിലേ മാറിയതിനു ശേഷം പൂർണ്ണമായിട്ടും അത് നടക്കുന്നുണ്ട്. നാളെ ഡൽഹിയിൽ നിന്നും NDRFിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ നാളെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബാക്കി പ്രവർത്തനങ്ങൾ അരുൺകുമാർ, ബന്ധം നഷ്ടമായിട്ടുണ്ട്. ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു വന്നിടത്തേക്ക് തന്നെ പോകാം. എന്തൊക്കെ സാധ്യതകളാണ് ഇനി നിലനിൽക്കുന്നത്? ഈ മലയടിവാരത്തെ മണ്ണ് മാറ്റുന്ന പ്രക്രിയ മാറ്റുകയാണ്. അതായത് പോയിന്റ് എ എന്ന് പറയുന്നത് ഉപേക്ഷിക്കുകയാണ് പൂർണ്ണമായി, അല്ലേ? തീർച്ചയായിട്ടും ആ മലയടിവാരത്തിലുള്ള അന്വേഷണം ഇന്നത്തോടുകൂടി പൂർത്തിയാകും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഓപ്പറേഷൻ അർജുൻ അവസാനിക്കാൻ പോവുകയാണ്. തെളിഞ്ഞ അന്തരീക്ഷമാണ്, പക്ഷേ ആശങ്കയുടെ മേൽ വല്ലാത്ത ഒരു കലിനിഴലുണ്ട്, കാർമേഘമുണ്ട്. അർജുനെ ഇനി എവിടെയാണ് തപ്പേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല. 2-3 ഇടങ്ങളിൽ സിഗ്നൽ കാണിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെറ്റൽ ഡിറ്റക്ടർ ആയതുകൊണ്ട് തന്നെ അയണോറിൻ്റെ സാന്നിധ്യമുള്ള മണ്ണിൽ ഈ മെറ്റൽ ഡിറ്റക്ടർ തെറ്റായ സിഗ്നൽ നൽകും. അതാണ് ആർമിയെ കുഴയ്ക്കുന്നതും. ആർമി വളരെ ഉറച്ചു വിശ്വസിച്ചിരുന്നതാണ് 8 മീറ്റർ താഴ്വാരത്തിൽ അടിയിൽ ഈ ലോറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ അവിടെ കുഴിച്ചു വന്നപ്പോൾ വലിയൊരു പാറയാണ് കണ്ടത്. അതിനുശേഷം 2 കൂടി വീക്ക് സിഗ്നൽ കിട്ടി. അതും അവർ പരിശോധിച്ചു, അവിടെയുമില്ല. മാത്രമല്ല, അതേസമയം തന്നെ പുഴയുടെ വശത്ത് റഡാർ വെച്ച് പരിശോധിച്ചപ്പോൾ ഈ ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കുമ്പോൾ അവിടെ സിഗ്നൽ കണ്ടു. പക്ഷേ അതും MLA പറയുന്നത് ഇനി ഈ അയണോർ കണ്ടന്റുള്ള ഏതെങ്കിലും പാറയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെ സർക്കാർ പറയുന്നത് പുഴയിലാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ 2 എക്സ്കവേറ്ററുകൾ വെച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും നടക്കുക. ഡ്രഡ്ജിങ് ഉടനെ എങ്ങും നടക്കില്ല. കാരണം ഡ്രഡ്ജർ കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരണം, അതല്ലെങ്കിൽ ഗോവയിൽ നിന്ന് കൊണ്ടുവരണം. അതിന് കുത്തൊഴുക്കുള്ള പുഴയാണ്. മഴ ഇപ്പോൾ മാറി നിൽക്കുന്നെങ്കിലും മഴ ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും പെയ്യാം. ജലനിരപ്പ് ഒട്ടും താഴ്ന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഡ്രഡ്ജിങ് അപകടകരമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡ്രഡ്ജിങ് എത്രമാത്രം നടക്കാനുള്ള സാധ്യത ഉടനുണ്ട് എന്ന് നമുക്കറിയില്ല. എന്തായാലും അതൊരു ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന മിഷൻ ആയിരിക്കും. താൽക്കാലികമായി ഈ റോഡ് ഇപ്പോൾ തുറന്നു കൊടുക്കില്ല എന്നൊരു കാര്യമാണ് MLA പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ മിഷൻ ഓൺ ദ ലെഫ്റ്റ് സൈഡ്, അഥവാ മലയടിവാരത്തിലുള്ള അർജുൻ്റെ ഈ തെരച്ചിൽ ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ അവസാനിക്കും. ഇടതുവശത്തെ തെരച്ചിൽ ഇപ്പോഴും തുടരും. നാളെ അത് കൂടുതൽ ശക്തമായ തെരച്ചിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ അത് അത്ര എളുപ്പം സാധ്യമാവുന്ന ഒന്നല്ല. ഈ 2 എക്സ്കവേറ്ററുകൾ വെച്ചുകൊണ്ട് ഈ നദിയുടെ തീരത്തുള്ള എക്കൽ മണ്ണ് മാറ്റുകയാണ്. അത് എക്കൽ മണ്ണാണ് എന്നുള്ളതാണ്. അയണോറിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് പലപ്പോഴും സിഗ്നലുകൾ തെറ്റായി പോകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. തെളിഞ്ഞ അന്തരീക്ഷത്തിലെ ഒട്ടും തെളിഞ്ഞതല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ അർജുനൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ളത്. നമ്മളടക്കം മാധ്യമപ്രവർത്തകർ, തെരച്ചിലിൽ വന്ന ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, എല്ലാവരുടെ പ്രാർത്ഥനകളും ഇങ്ങനെ വിഫലമായി പോകുന്നതിലുള്ളൊരു സങ്കടം മാത്രമാണ് ഈ ഘട്ടത്തിലുള്ളത്. വിനിത.